ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മളിതിന് മുന്നേ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് ഇട്ടായിരുന്നു. ഇത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറിൻ്റെയോ ഒരു 10-ൻ്റെ ടീയുടെ സഹായത്തോടെ നമുക്ക് പൾസേറ്റർ ഊരിയെടുക്കാം. അപ്പോൾ അത് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഉള്ള അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്ത് കളയാം. പിന്നെ ഇത് ലിൻറ്റ് ഫിൽറ്റർ, ഇത് ഓരോ വാഷിങ്ങിന് ശേഷം ക്ലീൻ ചെയ്യേണ്ടതാണ്. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്താലും മതി. പിന്നെ വരുന്നത് വെള്ളം വാഷിംഗ് മെഷീനിലേക്ക് കയറുന്ന സ്ഥലത്തൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ എല്ലാ മാസവും ഒന്ന് ഊരി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ടൈം കുറയ്ക്കാനും കറണ്ട് കാശ് ലാഭിക്കാനും സാധിക്കും. ബ്രഷ് എത്തിച്ചെല്ലുന്ന സ്ഥലത്തുള്ളത് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ബ്രഷ് എത്തിച്ചെല്ലാത്ത സ്ഥലത്തുള്ളത് നമുക്കൊരു ഡീസ്കെയിലിംഗ് പൗഡർ എന്നൊരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് നിങ്ങളുടെ വാഷിംഗ് മെഷീനിൽ സോപ്പ് പൊടി ഇടുന്ന ഒരു ട്രെയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രമ്മിലേക്ക് ഇട്ടിട്ട് ഡ്രം ക്ലീൻ എന്നുള്ള ഓപ്ഷൻ ഇട്ടിട്ട് ഓണാക്കിയാൽ മതി. അതല്ല ഡ്രം ക്ലീൻ ഇല്ലാത്ത മോഡലാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി. നമുക്ക് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.